തൊടുപുഴയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി SFI വെങ്ങലൂരിൽ കറുത്ത ബാനർ ഉയർത്തിയ അവർ സംഘിക്കാൻ യു ആർ നോട്ട് വെൽക്കം എന്നാണ് ബാനറിലുള്ളത്. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ SFIയുടെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. വെങ്ങല്ലൂരിലാണ് SFI ഗവർണർക്കെതിരെ കറുത്ത ബാനർ ഉയർത്തിയത്. സംഘിക്കാൻ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നുള്ളതാണ് SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉയർത്തിയ ബാനറിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഗവർണർ എത്തുന്നതിന് മുൻപിൽ ബാനർ പ്രതിഷേധമാണെങ്കിൽ എത്തിക്കഴിയുമ്പോൾ അത് കൂടുതൽ ശക്തമായി കരിങ്കൊടിയുടെ രൂപത്തിലേക്ക് മാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ അതിർത്തി മുതൽ അങ്ങ് പരിപാടി നടക്കുന്ന മെർച്ചന്റ് അസോസിയേഷൻ ഹാളിലും തൊടുപുഴ ജംഗ്ഷനിലുമെല്ലാം വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചുകൊണ്ട് ഗവർണറുടെ സുരക്ഷ ഒരുക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഉറപ്പായും ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ SFIയുടെയും DYFIയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതിന്റെ ആദ്യ സൂചനയാണ് ഈ ബാനറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും ഗവർണർ എറണാകുളത്ത് നിന്ന് ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുക. ഇന്ന് അതിന്റെ ഭാഗമായി ആ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ന് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർത്താൽ ആദ്യഘട്ടത്തിൽ പൂർണ്ണമാണെന്ന് പറയാം. കടകളൊന്നും കാര്യമായി തുറന്നിട്ടില്ല. പക്ഷേ നിരത്തുകളിൽ വാഹനമുണ്ട്. അത് പ്രധാനമായി ശബരിമല വാഹനങ്ങളെല്ലാമാണ്. അവർക്കാർക്കും ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ LDF ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. കടകൾ തുറന്നാലും അത് അടപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ട്. പക്ഷേ അപ്പോഴും ഗവർണർക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഇന്നലെ CPIMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ ആദ്യ പടിയായാണ് ഈ ബാനർ വെങ്ങല്ലൂരിൽ ഉയർത്തിയിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഏകദേശം വെങ്ങല്ലൂരിൽ നിന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ആ വഴിയിൽ എല്ലായിടത്തും കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതാണ് ഈ സർക്കാർ ഇടതുപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ഹർത്താൽ. ഗവർണർ അന്നേ ദിവസം തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ ഹർത്താൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നാണ് ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ല്. ആ ബില്ലിൽ ഒപ്പുവെക്കാൻ ഗവർണർ മടിക്കുന്നത് ഇടുക്കി ജനതയോടുള്ള വെല്ലുവിളിയാണ്. ആ ഗവർണറെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഏകോപന സമിതി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. അതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ആദ്യ മണിക്കൂറിൽ ഹർത്താൽ പൂർണ്ണമാണ്. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ആദ്യ സൂചനയും തുടങ്ങിക്കഴിഞ്ഞു. SK 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.